ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ശ്രവിക്കുന്ന തിരുവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-9 തിരുവചനങ്ങളാണ്. ഈ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്ന സമയം അവസാനമായി നമ്മൾക്ക് നൽകിയ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഈശോ യോഹന്നാനിൽ നിന്നും സ്നാപയോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യോഹന്നാൻ വെള്ളം കൊണ്ടാണ് സ്നാനം നൽകിയത്. എന്നാൽ ദൈവമക്കളായ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. എന്നിട്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകമെങ്ങും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. അത് പറഞ്ഞിട്ട് കർത്താവ് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നമുക്ക് ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ അവസാനത്തെ വാഗ്ദാനം, ദൈവമേ നിൻ്റെ ഈ വാഗ്ദാനം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദാനം ഞങ്ങൾക്ക് ലഭിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരും, ഈ തിരുവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന എല്ലാവർക്കും, ലോകം മുഴുവനുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്നത്തെ ദിവസം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരുടെ മേൽ തീനാവുകൾ പോലെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ ദൈവാത്മാവ് തന്നെ. ആ ദൈവാത്മാവ് സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുന്ന പോലെ ആയിരിക്കും, നമ്മുടെ മാതൃഭാഷകളിലായിരിക്കില്ല. ആ കൃപ നിങ്ങളിൽ എല്ലാവർക്കും നിറയട്ടെ എന്ന് ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.